നമുക്ക് വേണമെങ്കിൽ ഇന്നിച്ച് ഇന്ന് അനായാസം ഈ വണ്ടി ഓടിക്കാം. അതായത് കട്ടറൊക്കെ ആണെങ്കിൽ നമുക്ക് ഇന്നിച്ചത്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ ഈ കാണുന്ന പോലെ ഹോണ്ടയുടെ ഏറ്റവും പുതിയ NX200 നമ്മുടെ കയ്യിലിരിക്കുന്നത് 184cc, അതായത് 200cc കാറ്റഗറിയിൽ പെടുന്ന ഹോണ്ടയുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു അഡ്വഞ്ചർ ടൈപ്പ് ബൈക്ക്. അഡ്വഞ്ചർ മാത്രമല്ല, നമുക്ക് ലോങ് ടൂറിനൊക്കെ പറ്റിയ ഒരു ടൂറിംഗ് ആൻഡ് അഡ്വഞ്ചർ ബൈക്കാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ്. നേരത്തെ നമുക്കിതിന് CB200X എന്നായിരുന്നു പേര്. എന്നാൽ നിലവിൽ ഇത് ഏറ്റവും പുതിയ ഒരുപാട് ഫീച്ചറും കാര്യങ്ങളൊക്കെ കൂടി വന്ന് പേരും ചേഞ്ച് ചെയ്തു. CB200X എന്നുള്ള പേര് മാറ്റി ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് NX200 എന്നാണ് അതിൻ്റെ പേരൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കൺ ഓൺ ആക്കുകയാണെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കിട്ടുന്നതാണ്. നേരെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ റിവ്യൂലോട്ട് കിടക്കാം. അപ്പം ഇതാണ് NX200, ഏറ്റവും പുതിയ NX200 2025 മോഡൽ. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ആദ്യം തന്നെ പറയാം. ഏറ്റവും പുതിയ NX200 വന്നപ്പം എൻജിൻ തന്നെയാണ് മാറ്റം. OBD2B മോഡൽ എൻജിൻ. അതിൻ്റെ ആയിട്ടുള്ള ആ ഒരു സൈലൻസറിൽ വരുന്ന ആ ഒരു സെൻസർ കണ്ടില്ലേ, ആ ഭാഗത്തായിട്ട് നീറ്റായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പം അതാണ് ഏറ്റവും പുതിയ OBD2B മോഡൽ എൻജിൻ. അപ്പം വേറൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്, അതായത് മാറ്റം എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മുടെ ഹെഡ്ലൈറ്റ് ഏറ്റവും പുതിയ ഹെഡ്ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളി LED ആണ്, ഓൾ LED സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഹെഡ്ലൈറ്റ് ആയാലും ഇൻഡിക്കേറ്റർ ആയാലും ടെയിലൈറ്റ് ആയാലും എല്ലാം തന്നെ LED ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈനിൽ ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പോൾ ഒരു DRLും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് താക്കോൽ ഓണാക്കി ജസ്റ്റ് കാണിക്കാം. അപ്പോൾ താക്കോലിൻ്റെ ഭാഗത്തോട്ടൊക്കെ വരാം. അതിന് മുമ്പായിട്ട് ഇത് കണ്ടില്ലേ, ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഒരു DRL നമുക്ക് പുതുതായിട്ട് വന്നിരിക്കുന്നു. നമുക്കിതിൻ്റെ 2025 മോഡൽ ഹോർണറ്റിനും ഈ സെയിം LED സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. കണ്ടില്ലേ, DRL കണ്ടില്ലേ, അത് വളരെ നൈസായിട്ടുണ്ട്. ജസ്റ്റ് കണ്ടില്ലേ, ഈ രീതിയിൽ അത് നൈസാക്കിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഞാൻ പാസ്വേഡ് അടിച്ച് കാണിക്കുക. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു LED ലൈറ്റ് അതിൻ്റെ സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത് വിത്ത് ന്യൂ DRL. അതാണ് ഒരു മാറ്റം. പിന്നെ ഇതൊരു സ്മോക്കി ഫീലാണ് കിട്ടുന്നത്. നമുക്ക് നേരത്തെ ഒരു ക്ലിയർ ആയിരുന്നെങ്കിൽ ഇതൊരു സ്മോക്കി ഫീലാണ്. കണ്ടില്ലേ, ഇതൊരു സ്മോക്കി ഫീൽ. ഇത് കമ്പനി തന്നെ വരുന്നതാണ്, നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ടതല്ല. നമ്മുടെ ഹാൻഡിൽ കവറിൽ ഇത് പഴയ മോഡൽ തന്നെയാണ്. എങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നത് പോലെ കാണുന്നത് ക്യാമറയുടെയാണ്. ഇത് ആക്ച്വലി ബ്ലിങ്ക് ചെയ്യുന്നില്ല, സ്റ്റഡി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് താക്കോൽ ഓൺ ആക്കുമ്പോൾ ഈ രണ്ട് ലൈറ്റും ഓൺ ആയി കിടക്കും. നമ്മൾ ഹൈനസിലൊക്കെ നേരത്തെ കണ്ടാണ് അതിൻ്റെ ഇൻഡിക്കേറ്ററിൽ പാർക്കിൻ്റെ ആ ലൈറ്റ് എപ്പോഴും ഓൺ ആയി കിടക്കുന്നത്. അപ്പം ഈ രീതിയിൽ അത് ഓൺ ആയി കിടക്കുന്നുണ്ട്. ഇനി നമുക്കിതിന് ഹസാർഡ് ലൈറ്റും വരുന്നുണ്ട്. ആ ഹസാർഡ് ലൈറ്റ് വരുന്ന സമയത്ത് കണ്ടില്ലേ, ഇതാണ് ഹസാർഡിൻ്റെ സ്വിച്ച്. അത് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ആണ് അത് വർക്ക് ചെയ്യുന്നത്. കണ്ടില്ലേ, നോർമലായിട്ടുള്ള ഹസാർഡ്. അപ്പം ഇത് ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാമറ കാണുന്ന മിന്നുന്നത് അത് മിന്നലല്ല, സ്റ്റേ തന്നെയാണ്. നമ്മൾ ഹസാർഡ് ഇടുമ്പോൾ ഈ രീതിയിലാണ് ഇത് ബ്ലിങ്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഹസാർഡ് ഓഫ് ആക്കിയിട്ട് ഇൻഡിക്കേറ്റർ ഇടുവാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ സൈഡിൽ ഇൻഡിക്കേറ്റർ ഇട്ടു, കണ്ടില്ലേ, ഈ രീതിയിൽ വർക്ക് ചെയ്യുന്നു. ഇത് ബ്ലിങ്കുന്നതായിട്ട് കാണുന്നത് ബ്ലിങ്കുന്നില്ല, അത് ക്യാമറയുടെ എഫക്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം, അതായത് എനിക്കിതിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇൻഡിക്കേറ്റർ നമ്മൾ ഇടാത്ത സമയത്തും ഇത് താക്കോൽ ഓണാക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ലൈറ്റ് അതോ ഓക്കെ, ഈ രണ്ട് ഇൻഡിക്കേറ്റർ ഇങ്ങനെ കത്തിക്കിടക്കുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. പക്ഷേ അത് ഇഷ്ടമുള്ള ആൾക്കാർ ഉണ്ടായിരിക്കും. കാരണം ഇതിങ്ങനെ കത്തിക്കിടക്കുവാണെങ്കിൽ 4 ഇൻഡിക്കേറ്ററിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ഫുൾ ടൈം കത്തിക്കിടക്കുകയാണ്. ഇത് 4 ഇൻഡിക്കേറ്റർ ഇടുകയാണെങ്കിൽ ഞാനല്ലേ ഈ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതൊരു അപ്ഡേറ്റ് ആണ്. പിന്നെ പുതിയ പേര് CB എന്നുള്ള ബ്രാൻഡിങ് കംപ്ലീറ്റ്ലി എടുത്ത് കളഞ്ഞിട്ട് ഇപ്പം NX200 എന്നാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ആ ഒരു സ്റ്റിക്കർ കണ്ടില്ലേ, X എന്നുള്ള രീതിയിൽ. അത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ NX തന്നെയാണ് വായിക്കുന്നത്. ആ രീതിയിൽ കൊടുത്തിരിക്കുന്നത്. പുതിയ ഗ്രാഫിക്സ് ആണ് വന്നിരിക്കുന്നത്. ഈ വണ്ടിയുടെ പുതിയ കളർ വേരിയൻറ്റും വരുന്നുണ്ട്. ബ്ലൂ വരുന്നുണ്ട്, ഈ റെഡ് വരുന്നുണ്ട്, പിന്നെ അങ്ങനെയുള്ള കളർ വരുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കളർ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിന് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഈ രീതിയിലാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്, നേരത്തെയുള്ള CB200X നമുക്ക് ഗോൾഡൻ കളർ അപ്സൈഡ് ഡൗൺ ഫോർക്ക് USB ഫോർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നിലനിർത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല രസമുള്ള ആ ഒരു കാണാൻ ഒരു ബൾക്ക് ഫീലൊക്കെ ഉള്ള നല്ല രസമുള്ള ഒരു USB ഫോർക്ക് നിർത്തിയിട്ടുണ്ട്. ഫ്രണ്ടിലെ മൽഗാർഡ് അത് ബോഡി കളറോട് ഈ ഒരു കണ്ടില്ലേ, ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൻ്റെ സൈഡിലൊക്കെ വരുന്നുണ്ട്. ആ ഫിനിഷിൽ വരുന്ന ആ ഒരു മൽഗാർഡ് വരുന്നുണ്ട്. ക്വാളിറ്റി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹോണ്ടയാണ്, ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ക്വാളിറ്റി നല്ലതാണ്. എന്നാലും ചെറിയൊരു ആട്ടവും ഫീൽ ചെയ്യുന്നുണ്ട്. അലോയ് വരുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ അതും പറയേണ്ട കാര്യമാണ്. പുതിയൊരു അപ്ഡേഷനിൽ വന്ന സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന CB200X നിന്ന് ഇതിലോട്ട് വന്ന സമയത്ത് നമുക്ക് ഡ്യുവൽ ചാനൽ ABS കിട്ടുന്നുണ്ട്.
ഡുവൽ ഡിസ്ക്കാണ് വരുന്നത്, ഡുവൽ ചാനൽ ABS വരുന്നത്. കണ്ടില്ലേ ഫ്രണ്ടിലത്തെ ABS, അതേപോലെ ബാക്കിലും ABS. അത് വലിയൊരു അപ്ഡേഷൻ തന്നെയാണ് ഡ്യുവൽ ചാനൽ ABS കൊണ്ടുവന്നത്. കാരണം നേരത്തെയുള്ള വണ്ടിയിൽ അത്രയും പ്രൈസ് വരുന്ന സമയത്ത് ഡ്യുവൽ ചാനൽ ABS പോലുള്ള ഫങ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ലെന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ രീതിയിൽ വന്നപ്പോൾ നമുക്ക് ഡ്യുവൽ ചാനൽ ABS കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ വേറൊരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ, അതായത് നമ്മളിത് ABSൻ്റെ കാര്യം പറയുമ്പോൾ പറയേണ്ടതാണ്, ഇത് കണ്ടില്ലേ നമുക്ക് പുതുതായിട്ട് സ്വിച്ച് ചെയ്യാവുന്ന ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഈ വണ്ടിയിൽ ഡ്യുവൽ ചാനൽ ABS, സേഫ്റ്റിയുടെ ഭാഗത്തോട്ടുള്ള ഡ്യുവൽ ചാനൽ ABS, ട്രാക്ഷൻ കൺട്രോൾ കാര്യങ്ങളെല്ലാം ഹോണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ടൂറിങ് ഓഫ് റോഡിംഗ് ആണ്. അത് കംപ്ലീറ്റ്ലി ഓഫ് റോഡിംഗ് അല്ല, നമുക്ക് ടൂർ ചെയ്യാം, ലോങ് ടൂർ ചെയ്യാം, അതിൻ്റെ കൂടെ ഓഫ് റോഡും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഡ്യുവൽ പർപ്പസ് ടയറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ MRFൻ്റെ ആണ് ടയർ വരുന്നത്. ഫ്രണ്ടിൽ വരുന്നത് 110, 70, 17 ടയറാണ്. പെറ്റൽ ഡിസ്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ആ ഒരു ടൈപ്പാണ് നമുക്കിതിൻ്റെ ഡിസ്ക് കൊടുത്തിരിക്കുന്നത്. ഇനിയും സൈഡ് വശങ്ങളോട്ടൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ടാങ്ക് ഉണ്ടല്ലോ, 12 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി കൊടുത്തിരിക്കുന്നത്. പുതിയ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ട CB2Xൻ്റെ ആ സെയിം തന്നെയാണ് NX200 വന്നപ്പോഴും അതിൽ മാറ്റമില്ല. എന്നാൽ മാറ്റം വരുന്നത് ഈ ഒരു ഭാഗമാണ്. നേരത്തെ ഉള്ള വണ്ടിയിൽ ഈ ഒരു ഭാഗം നമുക്കൊരു ഗ്രേ കളറാണ് വരുന്നതെങ്കിൽ ഇതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലോട്ട് മാറിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഹോണ്ട എന്നുള്ള ആ ഒരു 3D എംബ്ലം നൈസായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എഞ്ചിൻ ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ ഒരു എഞ്ചിൻ കാർഡ്, അത് നമുക്ക് ഫൈബറാണ് വരുന്നത്, മറ്റുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ഫൈബർ തന്നെയാണ് ഈ ക്വാളിറ്റി എല്ലാം കൊടുത്തിരിക്കുന്നത്. എഞ്ചിൻ്റെ കാര്യത്തിലോട്ടൊക്കെ വരാം. ഒരു ബ്രേക്ക് പെഡലൊക്കെ നമുക്ക് പ്രീമിയം ക്വാളിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ഫുഡ് റെസ്റ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നേരെ നമുക്ക് ബാക്ക് ഈ ഒരു സൈലൻസറിൻ്റെ ആയിരുന്നു നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് CB200Xൽ കണ്ട അതേ സൈലൻസർ തന്നെയാണ് NX200ലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സൗണ്ട് ജസ്റ്റ് കേട്ട് തരാം. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളെല്ലാം ഹോണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നതല്ലേ ആ ഒരു MRFൻ്റെ ടയറിൻ്റെ ഡ്യുവൽ പർപ്പസ് ടയറിൻ്റെ ആ ഒരു ഭംഗി വളരെ മനോഹരമാണ്. നല്ല രസമുണ്ട് കാണാൻ. 140, 70, 17 ടയറാണ് ബാക്കിലായിട്ട് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്റ്റേബിളായിട്ടൊരു ടയറും കാര്യങ്ങളൊക്കെയാണ്. ഞാനിപ്പോൾ ഓടിച്ചു നോക്കിയ സമയത്ത് എനിക്ക് കിട്ടിയത് നല്ലൊരു ഫീലാണ് ഈ ടയറിൻ്റെ ഭാഗത്തുനിന്ന്. ബാക്കിലായിട്ട് ഡിസ്ക് വിത്ത് ABSൻ്റെ ഇത് കാണാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കിലെ ഡിസ്ക് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ ഫുള്ളി LED തന്നെയാണ് വരുന്നത് സിസ്റ്റം മൊത്തം. അതേ ബ്രേക്ക് ലൈറ്റ് ആയാലും കണ്ടില്ല ആ ഒരു X മോഡൽ. ഇത് പണ്ട് തൊട്ടേയുള്ള ഹോർണറ്റ് ആയാലും CB200X ആയാലും ഇപ്പോൾ NX200 ആയാലും അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നൈസായിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ ഇൻഡിക്കേറ്റർ നമുക്ക് ഫ്രണ്ടിൽ കത്തുന്ന പോലെ ഓണായി കിടക്കത്തില്ല. അതായത് കണ്ടില്ലേ ഈ രീതിയിൽ ബാക്കിൽ ഓണായി കിടക്കുന്നില്ല പാർക്ക്. അതിൽ നമുക്ക് ഫോർ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത്, അതായത് നമുക്ക് ഹസാർഡ് ഇടുന്ന സമയത്ത് കണ്ടില്ലേ ഈ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും LED ആണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റ് വരുന്നുണ്ട്, അതും LED. അതുകൊണ്ടാണ് ഇതിനെ ഓൾ LED സിസ്റ്റം എന്ന് പറയുന്നത്. ബാക്കിലെ ഗ്രാബ് റെയിലും അത് നമുക്ക് നേരത്തെ കണ്ടപോലെ തന്നെയാണ്, സെയിം തന്നെയാണ്. ഇതൊരു ഗ്രേ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. കൗൾ പീസൊക്കെ ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് നമുക്കൊരു ഡുവൽ സീറ്റിംഗ് കാര്യമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, അതായത് സ്പ്ലിറ്റ് സീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബാക്കിലത്തെ നേരത്തെ CB200X യൂസ് ചെയ്യുന്നവർക്കറിയാം ഇതിന് ചെറിയൊരു മാറ്റവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ ഉണ്ട്. കുഷൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല, അത്യാവശ്യം കുഷനുണ്ട്. നമുക്ക് റൈഡറിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല ഹാർഡാണ്. എങ്കിലും നമുക്കൊരു ലോങ് ഒക്കെ പോകുന്ന സമയത്ത് കംഫർട്ടായിട്ട് പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സീറ്റിങ്ങിൻ്റെ സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഹോണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ബാക്കിലുള്ള സാരികൾ, ഇത് പുതിയ വണ്ടിയാണ്, അതുകൊണ്ട് സാരി കാർഡ് വെച്ചിട്ടില്ല. സാരി കാർഡ് വരുന്നുണ്ട്, ഒരു ഹാഫ് ചെയിൻ കവർ വരുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡിൽ ഇൻബിൽറ്റ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 5 സ്പീഡാണ് ഗിയർ ബോക്സ് 6 സ്പീഡ് ആക്കിയിട്ടുള്ള യൂണിവേഴ്സൽ ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഗിയറിൻ്റെ സെറ്റപ്പിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഗോൾഡൻ കളർ USD ഫോർക്ക് ആണെങ്കിൽ ബാക്കിൽ നമുക്ക് മോണോ ഷോക്ക് കൊടുത്തിരിക്കുന്നു. അതായത് റൈഡിങ്ങിൻ്റെ ഒരു കംഫർട്ടിന് വേണ്ടി മോണോ ഷോക്കാണ് കൊടുത്തിരിക്കുന്നത്. വിത്ത് അഡ്ജസ്റ്റബിൾ ആണ് മോണോ ഷോക്ക് വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു പുറമേ ഉള്ള ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് നേരെ മീറ്ററിലോട്ട് വരാം. മീറ്ററിലോട്ട് വരുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന CB200Xൻ്റെ മീറ്റർ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു നോർമൽ മീറ്റർ, അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു 1,60,000 അല്ലെങ്കിൽ 1,80,000 രൂപയ്ക്കുള്ള മുതൽ അന്നത്തെ വണ്ടിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേഷൻ വന്ന സമയത്ത് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതായത് ഡ്യുവൽ ചാനൽ ABS, ട്രാക്ഷൻ കൺട്രോൾ, പിന്നെ നമുക്ക് ഒരു TFT ഡിസ്പ്ലേ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടി വന്നു. പിന്നെ സ്ലിപ്പർ ക്ലച്ച് നമുക്ക് ഈ ഒരു മോഡലിൽ ഹോണ്ട പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലച്ചൊക്കെ വളരെ സ്മൂത്താണ്. കണ്ടല്ലേ, ഒരു
വിരൽ കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിലാണ് ആ ഒരു ക്ലച്ചിൻ്റെ സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ നമുക്കൊരു USB-C ചാർജിങ് പോർട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ ഈ ഒരു വണ്ടിയിൽ ഹോണ്ട പുതുതായിട്ട് NX200 എന്നുള്ള പേരിൽ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും ഒരു കാര്യം മീറ്റർ പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു കീ കണ്ടില്ലേ, നമ്മളിപ്പോൾ ഏകദേശം ഈ ഒരു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയ്ക്ക് അടുത്താണ്. അപ്പോൾ അത്രയും വില വരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ കീ നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഷൈൻ എങ്ങനെ കിട്ടുന്നു ആ ടൈപ്പ് ഒരു കീ ആണ്. പണ്ട് തൊട്ടേ അങ്ങനെയാണ് വരുന്നത്. അപ്പം ആ രീതിയിൽ കൊടുത്തേക്കുന്ന ഒരു കീ ആണ്. ഇഗ്നിഷൻ വരുന്നത് നമ്മുടെ ടാങ്കിൻ്റെ ഈ ഭാഗത്തായിട്ടാണ്. അത് CB200Xലും അത് തന്നെയായിരുന്നു, NX200ലും അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നു. 12 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു 12 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിനി ഈ ഒരു മീറ്ററിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ടല്ലേ, നമ്മൾ ഇതിനു മുമ്പ് കണ്ട ആക്റ്റീവയിലൊക്കെ കണ്ട ആ സെയിം മീറ്റർ തന്നെയാണ് വിത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കൂടി വരുന്ന ഒരു മീറ്ററാണ് ഇത്. അതിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രാക്ഷൻ കൺട്രോൾ ആണ്. അപ്പം ജസ്റ്റ് ഇതാണ് ഇതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ. ഇവിടെ സ്വിച്ചസ് ജസ്റ്റ് പറഞ്ഞു, ലൈറ്റ്, ഡിം, പാസ്, ഈ മീറ്റർ കൺട്രോൾ ചെയ്യാനുള്ള എൻ്റർ, ബാക്ക്, അപ്പ്, ഡൗൺ, ഇൻഡിക്കേറ്റർ, ഹോണ്, അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടൊരു ഹോണാണ്. ഈ ഒരു മീറ്ററിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂവലിൻ്റെ വാണിംഗ് ഉണ്ട്, റിയൽ ടൈം, അതായത് റിയൽ ടൈം മൈലേജ്, ടൈം, നമുക്ക് വേണ്ട മൊബൈലൊക്കെ സൈലൻ്റ് ആക്കാൻ പറ്റുന്ന ഓപ്ഷൻ, അതുപോലെ നമുക്ക് ഇതിനകത്ത് എൻ്റർ ചെയ്യാൻ ഓപ്ഷൻ, RPM, ഗിയർ പൊസിഷന്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ ABSൻ്റെ വാണിംഗ്, ട്രാക്ഷൻ കൺട്രോൾ, ന്യൂട്രൽ, അങ്ങനെയുള്ള എഞ്ചിൻ്റെ കംപ്ലീറ്റ് വാണിംഗും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്വിച്ച് വഴിയാണ് ഈ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കിയാൽ നമുക്ക് ഇത് ഒരു മൊബൈൽ കണക്ടിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ മൊബൈൽ കണക്ടിവിറ്റി ആപ്പ് എന്ന് പറയുന്നത് ഹോണ്ട റോഡ് സിങ്ക് എന്ന് പറഞ്ഞ ആപ്പാണ്. ആ ആപ്പ് ഉപയോഗിച്ചാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിൽ നമുക്ക് നാവിഗേഷൻ ഉണ്ട്, അതുപോലെ SMS അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് കണ്ടില്ലേ, ഈ സ്വിച്ചിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂവലിൻ്റെ ഒരു ഇത് വരും, കണ്ടില്ലേ. ഒരു തവണ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഫ്യൂവലെ റേഞ്ച് എന്നൊരു ഓപ്ഷൻ വരും. അതെന്താണെന്ന് വെച്ചാൽ താഴെ റേഞ്ചിൽ ഇടുവാണെങ്കിൽ നമുക്കിവിടെ നമ്മളിതിനകത്ത് അടിക്കുന്ന പെട്രോൾ കൊണ്ട് എത്ര കിലോമീറ്റർ ഈ വണ്ടി ഓടിക്കാൻ പറ്റും എന്നുള്ളത് ഇവിടെ അറിയാൻ പറ്റും. അപ്പോൾ ഫ്യൂവല് തിരിച്ച് നമ്മളിട്ടു. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇത് ട്രിപ്പ് റീസെറ്റ് ചെയ്യുന്ന ഓപ്ഷനാണ്, 00 എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരെന്നൂടെ എൻ്റർ ചെയ്താൽ സെറ്റിങ്സിനകത്ത് ഫസ്റ്റ് കാണുന്നത് ഫംഗ്ഷനാണ്. അപ്പോൾ ആ ഫംഗ്ഷനിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. HSTC എന്ന് പറയുന്ന ട്രാക്ഷൻ കൺട്രോൾ സ്വിച്ചബിൾ ആണ്. അപ്പോൾ ഇതിൽ ഈ സ്വിച്ചിൽ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ട്രാക്ഷൻ കൺട്രോൾ ഓഫായി, കണ്ടില്ലേ, ട്രാക്ഷൻ കൺട്രോൾ ഓഫായി. അതേപോലെ തന്നെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ആ വാണിംഗ് അവിടെ പോയി ട്രാക്ഷൻ കൺട്രോൾ ഓണായി. അപ്പോൾ അങ്ങനെ രീതിയിലുള്ള കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൽ വേണ്ട കാര്യങ്ങൾ ട്രിപ്പ് A, ഓട്ടോ റിസെറ്റിംഗ് എന്ന ഓപ്ഷൻ ഉണ്ട്, എക്കോ ഇൻഡിക്കേറ്റർ ഉണ്ട്, തിരിച്ച് ബാക്ക് ഇറങ്ങി ഡിസ്പ്ലേക്ക് കത്തി കഴിഞ്ഞാൽ കുറേ ഫംഗ്ഷൻ നമുക്കിവിടെയും അറിയാൻ പറ്റുന്നതാണ്. അതേപോലെ ജനറലിൽ പോയി കഴിഞ്ഞാൽ താഴെയാണ് ബ്ലൂടൂത്ത് പെയർ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഇത് ബ്ലൂടൂത്ത് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നാവിഗേഷന്, അതുപോലെ കോൾ, SMS അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് അറിയാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ HSmart Active 125ൽ ഞാൻ കൃത്യമായിട്ടുള്ളത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ അത് ഇതും ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടുള്ള ഫംഗ്ഷനൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. ഈ ഡിസ്പ്ലേയിൽ കയറി കഴിഞ്ഞാൽ ഫേവറേറ്റ് ഫംഗ്ഷനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ കുറേ ഓപ്ഷൻ ഉണ്ട്. ഇൻസ്റ്റൻറ്റ് കോൺസ്റ്റൻറ്റ് ലൈവ് മൈലേജ്, ട്രിപ്പ് എക്ക് കിട്ടുന്ന ലൈവ് മൈലേജ്, ട്രിപ്പ് എക്ക് കിട്ടുന്ന ആവറേജ് മൈലേജ്, ട്രിപ്പ് B അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ അത്രയുമാണ് ഈ ഒരു മീറ്ററിലുള്ള കാര്യങ്ങൾ. ഈ സ്വിച്ചസ് ഞാൻ പറഞ്ഞല്ലോ. ഈ സൈഡിൽ നമുക്ക് റൈറ്റ് സൈഡിൽ വരുന്നത് എൻജിൻ സ്വിച്ച്, ഹസാർഡ്, സെൽഫിൻ സ്വിച്ച്, ഇത്രയും കാര്യങ്ങളാണ് സ്വിച്ചിൻ്റെ കാര്യത്തിൽ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പം ഏറ്റവും പുതിയ NX200 പേര് മാറിയാണ് വന്നിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം, NX200 CB200X അല്ല. അപ്പം ഒരുപാട് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഞാൻ പറഞ്ഞ പോലെ ഏകദേശം 2 ലക്ഷം രൂപയ്ക്ക് അടുത്താണ്. അതുകൂടാതെ നമുക്കിതിന് കിട്ടുന്ന ഒരു മൈലേജ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സുഖമായിട്ടൊരു 45-50 കിലോമീറ്റർ അടുപ്പിച്ച്, 50 കിലോമീറ്റർ കൂട്ടേണ്ട, എന്തായാലും 45 കിലോമീറ്റർ അടുപ്പിച്ച് നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് കിട്ടും. നിങ്ങളൊരു ലോങ് ടൂറൊക്കെ പോകാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് സൂട്ടബിൾ ആണ്. നമുക്കിനി നേരെ ഇതിൻ്റെ എഞ്ചിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ 810 mm ആണ് നമുക്ക് ഹോണ്ട ഈ ഒരു വണ്ടിയിൽ സീറ്റ് ഹൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അത്യാവശ്യം നമുക്ക് ഒരു നോർമലായിട്ടൊരു ഹൈറ്റുള്ള ഒരാൾക്കും സിമ്പിളായിട്ട് ഈ വണ്ടി ഓടിക്കാൻ പറ്റുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ കയറിയിരുന്ന് ഓടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വണ്ടി ഹോണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഇതിനൊരു എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 1,68,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഇനിയും വരുന്നത് 184.4 cc എയർ കൂൾഡ് എഞ്ചിനാണ് ഹോണ്ട ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. 184.4 cc എയർ കൂൾഡ് എഞ്ചിൻ. ഒരു മാക്സിമം പവർ നോക്കിക്കഴിഞ്ഞാൽ 17 HP അറ്റ് 8500 RPM മാക്സിമം പവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു മാക്സിമം ടോർക്ക് നോക്കിക്കഴിഞ്ഞാൽ 15.9 Nm അറ്റ് 6000 RPM കൊടുത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞാൽ ഈ വണ്ടിക്കൊരു 147 കിലോയാണ് ഈ വണ്ടിയിൽ ഹോണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് 5 സ്പീഡ് ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാം നമുക്കൊരു ടൂറിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള
എല്ലാ സെറ്റപ്പും ഹോണ്ട ഈ ഒരു വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മോനെ ഏറ്റവും പുതിയ CB200X, അങ്ങനെ പറയാൻ പറ്റത്തില്ല, NX200 ആണ് നമ്മുടെ കയ്യിൽ. ഓടിച്ചു നോക്കാൻ പോവാണ്. അപ്പം നോക്കാം. ഇതൊരു ഡ്യുവൽ പർപ്പസ് ടയറും അല്ലെങ്കിൽ ഒരു ടൂറിങ് വണ്ടിയാണ്. ടൂറിങ്ങിന് വേണ്ടി ഉള്ളൊരു വണ്ടിയാണ്. ടൂർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ധൈര്യമായിട്ട് ഓഫ് റോഡും ചെയ്യാം. അപ്പോൾ ഏറ്റവും പുതിയ മാറ്റം കണ്ടില്ല, TF ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഓടിച്ചു നോക്കാം. ഗിയറൊക്കെ ഭയങ്കര സ്മൂത്താണ്. അതായത് സ്ലിപ്പർ ക്ലച്ചോട് ആയതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന CB200Xനെ കാട്ടിലും എനിക്ക് ഇതിൻ്റെ ഗിയർ ഭയങ്കരമായിട്ട്, അതായത് ക്ലച്ച് ഭയങ്കരമായിട്ട് സ്മൂത്തായ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു വിരളെ വേണമെങ്കിൽ ഇതിൻ്റെ ഗിയർ മാറാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇന്നിച്ച് ഇന്ന് അനായാസം ഈ വണ്ടി ഓടിക്കാം. അതായത് കട്ടറൊക്കെ ആണെങ്കിൽ നമുക്ക് ഇന്നിച്ച് ഇന്ന് പോലും ഈ വണ്ടി നമുക്ക് നൈസായിട്ട് തന്നെ ഓടിക്കാം. അത് അത്രയും ഹാൻഡിലെ ഹൈറ്റൊക്കെ അത്ര ഉള്ളതുകൊണ്ട് അതൊക്കെ വളരെ നൈസാണ്. ഈസിയായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഒരു എഞ്ചിൻ്റെ ഒരു പെർഫോമൻസ് അത് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന CB200Xൽ നിന്നും എഞ്ചിനൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം 1.2B മോഡൽ എഞ്ചിനാണ്. കാരണം എഞ്ചിൻ അഴിച്ച് പണിതിട്ടില്ല, പുതിയ എഞ്ചിനുമല്ല, പഴയ എഞ്ചിനാണ്. എങ്കിൽ പോലും ഇതിൻ്റെ ഫീല് ഭയങ്കരമാണ്. 4th ഗിയറിൽ, അത് 5th ഗിയറിൽ 37 കിലോമീറ്ററിലൊക്കെ നമുക്ക് കൂളായിട്ട് കൊണ്ട് നടക്കാം. അത്രയും ചോർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നല്ല രസമുണ്ട് വണ്ടി ഓടിക്കാൻ, നല്ല സ്മൂത്തുമാണ്. അപ്പം ഹോണ്ട ഭാഗത്ത് നിന്ന് ഒരു ബിഗ് ഒരു അപ്ഡേറ്റ് ആണ് നമ്മുടെ ഏറ്റവും പുതിയ CB200X എന്നല്ല NX200. അപ്പം നമ്മൾ പഴയ യൂസ് ചെയ്ത ആ പേരാണ് വായിൽ വരുന്നത്. അതെല്ലാം വലിച്ചും നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഒരു സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, അത്യാവശ്യം നല്ല ഓഫ് റോഡും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. കൂടെ നമുക്ക് ലോങ് ടൂറും ചെയ്യാം. കാരണം ലോങ് ടൂർ ചെയ്യുന്ന സമയത്ത് നടുവേദനയൊക്കെ എടുക്കാണ്ടിരിക്കുകയാണ് ഇത്രയും വലിയൊരു ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ, പുതിയ മാറ്റങ്ങളും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം നമുക്ക് ഇന്ന് ഈ വണ്ടി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി തന്നിരിക്കുന്നത് കോന്നിയിലെ മുത്തൂറ്റ് ഹോണ്ടയാണ്. അപ്പോൾ അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ വാങ്ങിക്കാനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ ഈ വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തൊക്കെയാണെന്നുള്ള രീതി തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിനും വരെ ബൈ.